let us deal with the next chapter, three-wheeled revolution, and we can go through the questions under the section read and respond. Look at the first question. Which incident shows that Irfan had a problem-solving skill? So as I told you earlier, this chapter is in the form of an interview. Some questions are being asked to Irfan Alam and he answers those questions. So here the first question, which incident shows that Irfan Alam had a problem-solving skill? First question that is asked to Irfan Alam is, when and how did you conceive that idea? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് സുജാത രാമപ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യ കറൻസ് മാഗസിനിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഇത് ഇൻ്റർവ്യൂ സംഭവിക്കുന്ന ഒരു ഓൺട്രപ്രനർഷിപ്പ് സമ്മിറ്റിന് ശേഷമാണ്. 2010 വാഷിങ്ടൺ DC ഒരു ഓൺട്രപ്രനർഷിപ്പ് സമ്മിറ്റിന് ശേഷം നടന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ ഒരു സമാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിന്, ഈ ഒരു ഓൺട്രപ്രനർഷിപ്പ്, ഈ ഒരു ഐഡിയയ്ക്ക് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇൻസ്പിറേഷൻ കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആൻസറായിട്ട് ഒരു ചെറിയൊരു കഥയാണ് പറയുന്നത്. when he was 17 years old, he was traveling in a cycle rickshaw. ഒരു സൈക്കിൾ റിക്ഷയിൽ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹി ഫെൽറ്റ് thirsty and he asked the cycle rickshaw puller for some water, but he didn't have any water with him. So at that time Irfan Alam got the idea that water is a very valuable commodity while traveling in a very hot sun, or while traveling under a very hot sun in the scorching heat in a cycle rickshaw. ഒരു സൈക്കിൾ റിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ people get thirsty because of the heat. അപ്പോൾ അത് വളരെ ഈസിലി സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കമോഡിറ്റിയാണ് ഒരു സൈക്കിൾ റിക്ഷയിൽ. എന്തുകൊണ്ട് ഒരു റിക്ഷ വലയ്ക്ക് അതിൽ നിന്നും ലാഭമുണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ചെറിയ ഐഡിയ അദ്ദേഹത്തിന് അവിടെ നിന്ന് തുടങ്ങുകയാണ്. അങ്ങനെ സോ ഹി ട്രൈ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. അദ്ദേഹത്തിന് പ്രോബ്ലമായിട്ട് തോന്നിയത് ഈ വെള്ളം അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഈ സൈക്കിൾ റിക്ഷ പുള്ളേഴ്സിൻ്റെ ജീവിതത്തിന്, അല്ലെങ്കിൽ അവരുടെ പോവർട്ടീനെ അതിജീവിക്കാനായിട്ട് അതൊരു മാർഗമായിട്ട് എടുക്കുകയും ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എ വിൻ വിൻ സിറ്റുവേഷൻ. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം. നോക്കൂ, ഐ ടോക്ക് ടു 5 റിക്ഷ പുള്ളേഴ്സ് ആൻഡ് ഗേവ് ദം ഈച്ച് 8 bottles of water. അങ്ങനെ 5 റിക്ഷ പുള്ളേഴ്സിന് അദ്ദേഹം 8 bottles of water വീതം കൊടുക്കുകയാണ്. ആൻഡ് ഓരോ bottles of waterലും 2 രൂപ വെച്ചിട്ട് റിക്ഷ പുള്ളറിന് ലാഭം കിട്ടും. വിൽക്കുകയാണെങ്കിൽ ആ 2 രൂപയിൽ നിന്ന് പകുതി ഇർഫാൻ അലാമിനും പകുതിയും ആ റിക്ഷ പുള്ളറിനും എടുക്കാം. അങ്ങനെ ഒരു രീതിയിലായിരുന്നു അവർ തമ്മിലുള്ളൊരു കച്ചവടം വെച്ചിരുന്നത്. സോ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് 8 രൂപ ലാഭം കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് സക്സസ് ആയി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സോ അതാണ് ഈ ഒരു ഇൻസിഡൻറ്റിനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട് എന്ന് പറയാനായിട്ട് കാരണം. അപ്പോൾ അതിൻ്റെ ഉത്തരം ആദ്യത്തെ ആൻസറിൽ തന്നെയുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വൈ ഡസ് ഇർഫാൻ തിങ്ക് ദാറ്റ് ഓൺട്രപ്രനർഷിപ്പ് ഈസ് ഇൻ ഹിസ് ബ്ലഡ്? ഓൺട്രപ്രനർഷിപ്പ് അദ്ദേഹത്തിൻ്റെ ബ്ലഡിലുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിന് നാച്ചുറലായിട്ട് ഉള്ള ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? കാരണം അത് സെക്കൻഡ് ആൻസറിൽ ഉണ്ട്. ആൻഡ് അതിൻ്റെ ഇൻസിഡൻറ്റ് വരുന്ന അദ്ദേഹം കുറച്ചും കൂടെ ചെറുപ്പത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ. വെൻ ഹി വാസ് ജസ്റ്റ് 13 വയസ്സിൽ സംഭവിച്ച ഒരു കാര്യമാണ് പറയുന്നത്. 1992 ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിൽ അദ്ദേഹത്തിൻ്റെ അച്ഛന്, 1992 ഹർഷദ് മേത്ത സ്കാം, അതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരുപാട്, അദ്ദേഹത്തിൻ്റെ അച്ഛനും ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ദ ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി ഇൻ ദാറ്റ് സ്കാം, ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിൽ. സോ വിത്ത് ദ അഡ്വൈസ് ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി അഡ്വൈസ് ഫ്രം ഇർഫാൻ അലാം, ഹിസ് ഫാദർ വാസ് ഏബിൾ ടു ഗെയിൻ ബാക്ക് മോസ്റ്റ് ഓഫ് ദി മണി ദാറ്റ് ഹീ ലോസ്റ്റ് ഇൻ ദ സ്കാം. ഈ സ്കാമിൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് നഷ്ടപ്പെട്ട ഒരുമാതിരി എല്ലാ പൈസയും അദ്ദേഹത്തിന് തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചു. എങ്ങനെ? ഇർഫാൻ അലാമിൻ്റെ അഡ്വൈസിലൂടെ. ഫിനാൻഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ആ മണി തിരിച്ചു പിടിക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഡ്വൈസിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. സോ ഹിസ് ഫാദേഴ്സ് ഫ്രണ്ട്സ് ഓൾസോ യൂസ്ഡ് ഇർഫാൻ അലാംസ് അഡ്വൈസ് ടു ഗെയിൻ ബാക്ക് ദെയർ മണി. അങ്ങനെ ഹി ബിക്കെയിം സക്സസ്ഫുൾ. എല്ലാവർക്കും പതുക്കെ അവരുടെ നഷ്ടപ്പെട്ട എമൗണ്ട് തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചു. ആൻഡ് മോസ്റ്റ് ഓഫ് ദം സ്റ്റാർട്ടഡ് മേക്കിംഗ് പ്രോഫിറ്റ്സ്.
So inspired from those incidents, he started a portfolio management firm എന്നാണ് പറയുന്നത്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം എന്ന് പറയുമ്പോൾ ഹൗ ടു ഇൻവെസ്റ്റ്, how to as stocks, shares, mutual funds, bonds and cash and so on, അങ്ങനെയുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾസ് വെച്ചിട്ട് ഓരോ ഇൻവെസ്റ്ററിൻ്റെയും ഇൻകം, ബഡ്ജറ്റ്, അല്ലെങ്കിൽ അവരുടെ ടൈം ലിമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് എങ്ങനെ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ അഡ്വൈസസ് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ഫോം. ആ ഒരു ഏത് റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി സെലക്ട് ചെയ്യാനായിട്ട് ഓരോ ഇൻഡിവിജ്വലിനെയും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഏറ്റവും റിസ്ക് കുറഞ്ഞതും അതേസമയം ഏറ്റവും അധികം ലാഭം കിട്ടുന്നതുമായ, മാക്സിമം റിട്ടേൺ കിട്ടുന്നതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് പിന്നെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് ഫേം എന്ന് പറഞ്ഞാൽ. സോ ഈ സ്റ്റാർട്ടഡ് ദാറ്റ്. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് 1992 അദ്ദേഹത്തിൻ്റെ ഫാദറിനും ഫ്രണ്ട്സിനും നഷ്ടപ്പെട്ട എമൗണ്ട് തിരിച്ചു പിടിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്വൈസസാണ് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്യുന്നത് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേമിന് ശേഷം. സോ അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേമൊക്കെ അതിന് പിന്നീടാണ് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തത്. 13 വയസ്സിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ഈ കാര്യമെന്നാണ് പറയുന്നത്. സോ when my parents found out that I was dabbling in the rickshaw sector as well, and അത് തേർഡ് ക്വസ്റ്റ്യനുള്ള ആൻസറും അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. വാട്ട് എൻകറേജ്ഡ് ഇർഫാൻ ടു ഓപ്പൺ ഹിസ് ഓൺ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേമിന് അപ്പോൾ ഇൻസ്പിറേഷൻ കൊടുത്ത ഇൻസിഡൻറ്റും അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ഇർഫാൻസ് പ്രൈസ് വിന്നിംഗ് ബിസിനസ് പ്രൊപ്പോസൽ? അതിൻ്റെ ഉത്തരം തേർഡ് ക്വസ്റ്റ്യനിലാണ്. വാട്ട് വാസ് ദ സ്പാർക്ക് ദാറ്റ് റിവൈവ്ഡ് ദിസ് ഐഡിയ? അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ബട്ട് in order to concentrate on his education, he decided to shelve those ideas. ആ ഐഡിയാസൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് അദ്ദേഹം പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ശേഷം എങ്ങനെയാണ് ഈ ഐഡിയാസ്, അതിൻ്റെ ഒരു സ്പാർക്ക് പിന്നെയും വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അദ്ദേഹം അതിനൊരു ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം, CTVയിലായിരുന്നു ആ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഒരു റിയാലിറ്റി ഷോ ആണ് 2006. അപ്പോൾ ആ ഒരു ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അദ്ദേഹം ഓൺട്രപ്രനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. അത് ഓൺട്രപ്രനർ ഹണ്ടായിരുന്നു. നല്ല ഓൺട്രപ്രനർ, ഏറ്റവും മികച്ച ഐഡിയാസിനുമുള്ള ഒരു ഹണ്ട്. അപ്പോൾ ന്യൂ ബിസിനസ്സുകൾക്കൊക്കെ ഉള്ളൊരു ഹണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ കോൺടെസ്റ്റ് എൻറ്റർ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്രൊപ്പോസൽ ഇതായിരുന്നു: ഓർഗനൈസിങ് ദ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്ഷ പുള്ളിങ് സെക്ടറിനെ കുറിച്ച് നല്ല റിക്ഷ പുള്ളേഴ്സിൻ്റെ ലൈഫിനെ കുറിച്ചും അവരുടെ പുവർ ലൈഫിനെ കുറിച്ചും അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ലൈഫിനെ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആക്കുക, അവരുടെ ആ ഒരു ഇൻകം ലഭിക്കുന്ന അവരുടെ ആ ഒരു കാര്യത്തിനെ, അവരുടെ ആ ഒരു ജോബിനെ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടെ ഇൻകം ലഭിക്കുന്ന രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരം. ഒരു ഓർഗനൈസ് ചെയ്യുക, റിക്ഷ പുള്ളിങ് സെക്ടറിനെ അതൊന്ന് ഓർഗനൈസ് ആക്കുക, എല്ലാവരും ഒന്നിച്ചു കൂട്ടി അവർ മികച്ച വരുമാനം ലഭിക്കുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ്. സോ അക്കോർഡിംഗ് ടു മൈ പ്രൊപ്പോസൽ, അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോസൽ ഇതായിരുന്നു. അതിനാദ്യം ഓർഗനൈസ്ഡ് ആക്കുക. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവരവരുടെ റിക്ഷ വാടകയ്ക്ക് എടുക്കുകയും അത് ഓടിച്ച് അതിന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരുപാട് റിക്ഷക്കാരെ ഒരുമിച്ച് നിർത്തി ഒരു കുടക്കീഴിലാക്കുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊപ്പോസൽ. അപ്പോൾ അതിൽ ബാക്കി വരുന്ന കാര്യങ്ങളാണ് റിക്ഷാസിനെ റീഡിസൈൻ ചെയ്യും അദ്ദേഹം. റിക്ഷാസിലുണ്ടാകും, അപ്പോൾ റീഡിസൈൻ ചെയ്ത് പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് അവൈലബിൾ ആക്കും. അങ്ങനെ ആ സ്പേസിൽ ഉപയോഗിച്ചുകൊണ്ട് അഡ്വർടൈസിങ് പർപ്പസിനും അല്ലെങ്കിൽ ബ്രാൻഡുകളുടെ പ്രൊമോഷനും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് പ്രൊപ്പോസൽ. ആൻഡ് അതുപോലെ തന്നെ വെള്ളം, വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ കാർഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഇതൊക്കെ പാസഞ്ചേഴ്സിന് വിൽക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പും ആ ഒരു
റിക്ഷയിൽ തന്നെ സെറ്റ് ചെയ്യുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്രപ്പോസൽ. അപ്പോൾ എന്തായിരുന്നു 2006 ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞിട്ടുള്ള CTVയിലെ പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. ഒരു റിയാലിറ്റി ഷോ ആണ്. അതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബിസിനസ് ഹണ്ടാണ്. അപ്പോൾ അതിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഇതാണ്, റിക്ഷ പുള്ളിങ് സെക്ടറിനെ ഓർഗനൈസ് ചെയ്യുന്നു. അങ്ങനെ ഓർഗനൈസ് ചെയ്തതിന് ശേഷം ഓരോ റിക്ഷാസിനും റീഡിസൈൻ ചെയ്യുന്നു. റിക്ഷാസിൻ്റെ ഡിസൈൻ മാറ്റി അതിന് കുറച്ചും കൂടെ സ്പേസ് അവൈലബിൾ ആക്കുന്നു. സ്പേസ് എന്തിനാണ്? അഡ്വർടൈസ്മെൻറ്റ്സ് പതിക്കാനും അതേപോലെ ബ്രാൻഡുകളുടെ പ്രൊമോഷനൊക്കെ കുറച്ചും കൂടെ ഉപകരിക്കുന്ന രീതിയിലാണ് ഈ സൈക്കിൾ റിക്ഷാസ് റീഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോട്ടിൽസ്, വാട്ടർ, ജ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ അത്യാവശ്യം വരുന്ന ചെറിയ ചെറിയ ഐറ്റംസ് സെല് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ചെറിയ സ്പേസും അവൈലബിൾ ആക്കാം. ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്രപ്പോസൽ. അപ്പോൾ ഈ സൈക്കിൾ റിക്ഷാസിനകത്ത് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വെഞ്ചറായിട്ട് മാറുകയും ചെയ്യും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ CTVയിൽ അദ്ദേഹം വന്ന ഒരു ബിസിനസ് പ്രപ്പോസൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ഇർഫാൻ റിഫ്യൂസ് ദ പ്രൈസ് മണി ഓഫ് ദി TV റിയാലിറ്റി ഷോ? അപ്പോൾ അദ്ദേഹം ഈ ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിയാലിറ്റി ഷോ അദ്ദേഹം ജയിക്കുകയാണ്. പക്ഷേ അദ്ദേഹം അതിൻ്റെ സീഡ് മണി അദ്ദേഹം നിരസിക്കുന്നുണ്ട്. കാരണം എന്തായിരിക്കാം? അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. അതായത് ഒരുപാട് ലാഭത്തിന് വേണ്ടിയിട്ടല്ല, അവരിൽ നിന്നും ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു എമൗണ്ട് അവരിൽ തന്നെ പിന്നെയും നിക്ഷേപിച്ച് കുറച്ചും കൂടെ അവരുടെ ലൈഫിനെ പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് വളരെ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്. സോ അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരുപാട് ലാഭം കിട്ടുന്ന ഒരു കാര്യമായിട്ട് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല. ആൻഡ് ഓൾസോ ഹി വാണ്ടഡ് ടു ഗിവ് ദ റിക്ഷ പുള്ളേഴ്സ് ഇൻഷുറൻസ്, ID കാർഡ്സ്, യൂണിഫോംസ്, അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് ഇത് ചെയ്ത ആൾക്കാർ, ഈ TV ഷോയുടെ ഓർഗനൈസേഴ്സിന് അവർക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ മോഡലിനെ കുറിച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഐഡിയയും ഇദ്ദേഹത്തിൻ്റെ ഐഡിയയുമായിട്ട് അത് ഒത്തുപോകാഞ്ഞതുകൊണ്ടും അവർ കുറച്ചും കൂടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യാണ്ട് വേറൊരു രീതിയിലേക്ക് ചിന്തകൾ പോവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അവരുടെ ഓഫർ 50 lakh ഒരു പ്രൈസ് മണി ആയിരുന്നു അവരുടെ ഓഫർ ഈ TV ഷോയുടെ ഓർഗനൈസേഴ്സിന്. പക്ഷേ അവരുടെ കണ്ടീഷൻസ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് അവരുമായിട്ട് യോജിച്ചു പോകാൻ സാധിച്ചില്ല. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയകളെ മാറ്റിമറിക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ ഒരു സീഡ് മണി ഓഫ് 50 lakh rupees അദ്ദേഹം ഡിനൈ ചെയ്തു എന്നാണ് പറയുന്നത്. ഹി ഡിനൈഡ് ദാറ്റ് 50 lakhs ഓഫ് റുപ്പീസ്. ആൻഡ് അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. 6th question, where did Irfan get the seed money for his project? അപ്പോൾ സീഡ് മണി അദ്ദേഹത്തിന് ലഭിച്ച 50 lakh സീഡ് മണി അദ്ദേഹത്തിന് ഓഫർ ഉണ്ടായിരുന്നത് അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അദ്ദേഹം അത് റെഫ്യൂസ് ചെയ്യാണ്. എന്നിട്ടും അദ്ദേഹം ഈ ഫൗണ്ടേഷൻ തുടങ്ങുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിനുള്ള സീഡ് മണി ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം തുടങ്ങുന്നുണ്ട് 2007. അപ്പോൾ അതിനുള്ള സീഡ് മണി എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ആ സീഡ് മണി കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൽ നിന്നും അതേപോലെ ഫാമിലിയിൽ നിന്നുമാണ്. അദ്ദേഹം 2007 അദ്ദേഹത്തിൻ്റെ ആദ്യം തുടങ്ങാനായിട്ട് അദ്ദേഹത്തിന് കുറച്ച് എമൗണ്ട് ലഭിക്കുന്നത്. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ അദ്ദേഹം തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഡസ് സമ്മാൻ ഓഫർ ദ റിക്ഷ പുള്ളേഴ്സ്? ഇതിപ്പോൾ അദ്ദേഹം റിക്ഷ പുള്ളേഴ്സിനെ 2007 ഈ ഒരു ഐഡിയയിലൂടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സീഡ് മണി ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സിലൂടെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ത് രീതിയിലുള്ള ഫെസിലിറ്റീസാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സമ്മാൻ ഫൗണ്ടേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അദ്ദേഹം 1-2 ക്വസ്റ്റ്യനിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരുപാട് റിക്ഷ പുള്ളേഴ്സ് ഇന്ത്യയിൽ ഉണ്ട്. അറൗണ്ട് 10 million rickshaw pullers across the country. Most of them are illiterate and poor. Over 90% of them are farm workers, and ഈ ഫാം വർക്കേഴ്സാണ് ഈ സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഫാം ലേബറേഴ്സാണ്. അവർ സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ആൻഡ്
they hire rickshaws and end up with very little money with them. അപ്പോൾ അവർ ഈ റിക്ഷാസ് ഹയർ ചെയ്യാണ് ചെയ്യുന്നത്. റിക്ഷാസ് ഹയർ ചെയ്യുമ്പോൾ അവർ ഡെയിലി 30 to 40 റുപ്പീസ് അതിൻ്റെ ഓണേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പല ദിവസങ്ങളും അവർക്ക് ഈ 30 to 40 റുപ്പീസ് ലാഭം പോലും അവർ റിക്ഷ പുള്ള് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് കൊണ്ടുപോയിട്ട് അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ അവർക്ക് നഷ്ടമാണ് വരുന്നത് പെർ ഡേ. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് റിക്ഷ പുള്ളേഴ്സ് പോവർട്ടിയിലേക്ക് പിന്നെയും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ മോസ്റ്റ് ഓഫ് ദീസ് റിക്ഷ പുള്ളേഴ്സ് ഡു നോട്ട് ഓൺ ദി റിക്ഷാസ് ബട്ട് ഇൻസ്റ്റെഡ് റെൻറ്റ് ദം അറ്റ് ദ റേറ്റ് ഓഫ് 30 to 40 റുപ്പീസ് പെർ ഡേ. ദ മണി ദ മേക്ക് ആഫ്റ്റർ പേയിങ് ദ റെൻറ്റ്. അപ്പോൾ ഈ 30 രൂപയും 40 രൂപയും പേ ചെയ്തതിന് ശേഷം അവർക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ബെയർലി സഫിഷ്യൻ്റ് ആണ്. അവരുടെ ഫാമിലീസിനെ കീപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ പോലും ബെയറായിട്ടുള്ള അല്ലെങ്കിൽ ബെയർലി സഫിഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ടാണ് അവരുടെ ലഭിക്കുന്നത്. വളരെ തുച്ഛമാണ്. അപ്പോൾ അവരെപ്പോഴും ദേ ഓൾവേസ് കണ്ടിന്യൂ ടു റിമെയിൻ അറ്റ് ദ ബോട്ടം ഓഫ് ദി പിരമിഡ്. അതായത് സൊസൈറ്റിയിലെ ഏറ്റവും താഴെപ്പെട്ടിട്ടുള്ള ഏറ്റവും പോവർട്ടി റിഡൻ ആയിട്ടുള്ളൊരു സെക്ഷനായിട്ട് അവരെപ്പോഴും നിലനിൽക്കുന്നു. ഒരിക്കലും ആ ഒരു പിരമിഡിൽ നിന്ന് മേലേക്ക് കയറി വരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല പിരമിഡിൻ്റെ. ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന് മനസ്സിൽ വന്നിട്ടുള്ള ഐഡിയ. അപ്പോൾ അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് അദ്ദേഹം അവൈലബിൾ ആക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്നതാണ്. ഒരു റിക്ഷ പുള്ളർ സമ്മാൻ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാൻ വരികയാണെങ്കിൽ ആദ്യം തന്നെ അവരൊരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. വി ഫസ്റ്റ് ഗോ ത്രൂ എ വെരിഫിക്കേഷൻ പ്രോസസ്സ്. ആ വെരിഫിക്കേഷൻ പ്രോസസ്സിന് ശേഷം അവർക്ക് ദേ അണ്ടർഗോ ട്രെയിനിങ്, ബേസിക് എറ്റിക്വറ്റും ട്രാഫിക് റൂൾസൊക്കെ, അതായത് കോമൺ മാനേഴ്സും അതേപോലെ ട്രാഫിക് റൂൾസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്ന് ഉറപ്പാക്കുന്നു. കാരണം മോസ്റ്റ് ഓഫ് ദം ആർ ഇല്ലിറ്ററേറ്റ് ആൻഡ് ദേ ഡോണ്ട് നോ ഹൗ ടു ബിഹേവ് വെൽ ടു ദ പാസഞ്ചേഴ്സ് ഓർ ദേ ഡോണ്ട് നോ ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു ബിഹേവ് വെൽ ടു ദ പാസഞ്ചേഴ്സ്. പാസഞ്ചേഴ്സിനോട് നന്നായിട്ട് പലപ്പോഴും ബിഹേവ് ചെയ്യാൻ അവർക്ക് പറ്റാറില്ല. അപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടാണ് എത്രത്തോളം അത് അവരുടെ ഉപജീവന മാർഗത്തെ അത് സ്വാധീനിക്കുന്നു എന്നറിവില്ലായ്മ മൂലം അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെ അവർക്ക് അവർക്ക് കൊടുക്കാനായിട്ട് അവർ ഒരു ട്രെയിനിങ് പോലെ അവരിങ്ങനെ ചെയ്തിരുന്നു. ഒരു വെരിഫിക്കേഷന് ശേഷമാണ്, ഒരു പ്രോസസ്സിന് ശേഷം അവർക്ക് ഈ ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ക്ലാസ്സസൊക്കെ അതിനുശേഷം അവർ ബാങ്ക്സിൽ നിന്നും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് റിക്ഷ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ മുൻപ് അവർ വാടകയ്ക്കാണ് റിക്ഷ എടുത്തിരുന്നത്. ഇനി അവരുടെ ഒരു ഐഡിയയിൽ അത് സ്വയം വാങ്ങിക്കുക, എന്നിട്ട് അതിലൂടെ ലാഭം ലഭിക്കുക, അങ്ങനെയുള്ളൊരു ഇതാക്കി അവർ മാറ്റുകയാണ്. അങ്ങനെ ആദ്യമൊക്കെ ഈ റിക്ഷ പുള്ളേഴ്സ് ഈ ബാങ്ക്സിനെ നേരിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ലോൺ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ സമ്മാൻ ഫൗണ്ടേഷനിലൂടെ അത് ചെയ്യുമ്പോൾ ബാങ്ക്സിന് കുറച്ചും കൂടെ ധൈര്യം ഉണ്ടായിരുന്നു. ആൻഡ് ദീസ് റിക്ഷ പുള്ളേഴ്സ് വർ ഏബിൾ ടു ഗെറ്റ് ദീസ് ലോൺസ്. ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ദീസ് ലോൺസ് ആൻഡ് അവർ സ്വയമായിട്ട് റിക്ഷ വാങ്ങിക്കുകയും അവർ അതിലൂടെ വരുമാനം കണ്ടെത്താനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. ദേ ഫെൽറ്റ് ട്രൂലി എംപവേർഡ്. അവരുടെ തന്നെ വെഹിക്കിളാണ് ഓടിക്കുന്നത്, അവർക്ക് സ്വന്തമായിട്ടുള്ള വാഹനമാണ് ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ധൈര്യം അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് ഇർഫാൻ എല്ലാം പറയാണ്. അങ്ങനെ അവർക്ക് ആക്സിഡൻറ്റ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ അവർക്ക് ഈ റിക്ഷ പുള്ളേഴ്സ് സമ്മാൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഐഡിയ ഉള്ള റിക്ഷ പുള്ളേഴ്സിന് കൊടുത്തിരുന്നു. അവർക്കെല്ലാവർക്കും ID കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും യൂണിഫോം ധരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ ഓരോ റിക്ഷ പുള്ളേഴ്സും അവരെ സമീപിക്കുന്നവർ സമ്മാൻ ഫൗണ്ടേഷൻ്റെ സമ്മാൻ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. ID ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഫാമിലി ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ലോൺസ് കിട്ടാനുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസാണ് സമ്മാൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഇർഫാൻ എല്ലാം ഈ റിക്ഷ പുള്ളേഴ്സിനായിട്ട് കരുതിയിരുന്നത്. 8th question നോക്കുക. വാട്ട് ആർ ദി അതർ ബെനിഫിറ്റ്സ് ഓഫേർഡ് ടു ദ റിക്ഷ പുള്ളേഴ്സ് അതർ ദാൻ മോണിറ്ററി ബെനിഫിറ്റ്സ്? അതതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മോണിറ്ററി ബെനിഫിറ്റ്സ് അതായത് പൈസ, മണി റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലാതെ വരുന്ന അതർ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അവർക്ക് ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ ID കാർഡ് കൊടുത്തിരുന്നു. അങ്ങനെ അവർക്കൊരു എംപവർമെൻറ്റ് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. പിന്നെ ബാക്കി കുറച്ച് ബെനിഫിറ്റ്സിന് അടുത്ത പേജിൽ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ ദി അതർ ആക്ടിവിറ്റീസ് ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ? പിന്നെ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ റിക്ഷ പുള്ളേഴ്സ് സമ്മാൻ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ വരിക. സമ്മാൻ റിക്ഷാസ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഹാവ് പ്ലെൻറ്റി ഓഫ് സ്പേസ് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്ത് അതിലൂടെ വരുമാനം കിട്ടാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ഈ സൈക്കിൾ റിക്ഷാസിന് പുതിയതായിട്ട് ഡിസൈൻ ചെയ്യുകയാണ്.
ആൻഡ് പിന്നെ എന്ത് ചെയ്യുന്നു, സെവറൽ ലോക്കൽ ആൻഡ് നാഷണൽ ബ്രാൻഡ്സ് പ്ലേസ് ദിയർ അഡ്വർടൈസ്മെൻറ്റ്സ് ഹിയർ. വലിയ ബ്രാൻഡ്സ് പലപ്പോഴും ഐഡിയ അല്ലെങ്കിൽ വോഡഫോൺ അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ പോലും പരസ്യങ്ങൾക്ക് ഈ സമ്മാൻ ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ. സോ ദി അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ ഇസ് സ്പ്ലിറ്റ് ഇൻ ഹാഫ് ബിറ്റ്വീൻ സമ്മാൻ ആൻഡ് ദി റിക്ഷ പുള്ളേഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻറ്റ് ഒട്ടിച്ചിട്ട് ഈ സൈക്കിൾ റിക്ഷേഴ്സും ഒട്ടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ എക്സ്ട്രാ സ്പേസിൽ വെച്ചിട്ടുള്ള പതിച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റവന്യൂ പകുതി സമ്മാൻ ഫൗണ്ടേഷനും പകുതി ലാഭം പകുതി സമ്മാൻ ഫൗണ്ടേഷനും പകുതി ഈ റിക്ഷ പുള്ളേഴ്സിനാണ് ലഭിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്ലാൻ അനുസരിച്ചിട്ട് വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ്, സെൽഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് എക്സെട്ര ദേ വർ ഓൾസോ സോൾഡ് ഇൻ ദിസ് സൈക്കിൾ റിക്ഷാസ്. ആൻഡ് അതെങ്ങനെ സംഭവിക്കുന്നു, രാവിലെ തന്നെ അവർ സെൻട്രൽ റിക്ഷ യാർഡിൽ വരികയും അവരുടെ ഈ വിൽക്കാനുള്ള ഈ സാധനങ്ങളൊക്കെ അവരുടെ വണ്ടിയിൽ കയറ്റി വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ പാസഞ്ചേഴ്സിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു എമൗണ്ട് എൻറ്റയർലി ഈ സൈക്കിൾ റിക്ഷ പുള്ളേഴ്സിനാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കി എമൗണ്ട് മാത്രമേ അവർ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിരുന്നുള്ളൂ. പാസഞ്ചേഴ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കംപ്ലീറ്റ് ആയിട്ടും സൈക്കിൾ റിക്ഷ പുള്ളേഴ്സിനാണ്. അങ്ങനെ അദ്ദേഹം പറയുന്ന ഒരു 40% എങ്കിലും വർധനവ് അവരുടെ വരുമാനത്തിൽ ഈ സമ്മാൻ ഫൗണ്ടേഷന് ശേഷം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ റിക്ഷ പുള്ളിങ് അവർക്ക് റിക്ഷ പുള്ളേഴ്സിന് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള വരുമാനത്തിൽ നിന്ന് തന്നെ റെൻറ്റ് കൊടുത്തതിന് ശേഷമുള്ള പൈസ മാത്രമേ അവരുടെ കയ്യിലിരിക്കാറുള്ളൂ. പക്ഷേ ഈ സമ്മാൻ ഫൗണ്ടേഷന് വന്നതിന് ശേഷം അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ്സിൽ നിന്നും അതുപോലെ ബാക്കിയുള്ള ചെറിയ ഐറ്റംസിൽ നിന്നുമുള്ള വരുമാനത്തിൽ നിന്നും അവർക്ക് വർധനവുണ്ടായി. അത് ഒരു വർധനവയാണ്. പാസഞ്ചേഴ്സിൽ നിന്നുള്ള ഒരു വരുമാനത്തിൽ അപ്പുറം ഈ അഡ്വർടൈസ്മെൻറ്റ്സിൽ നിന്നും അതേപോലെ ഈ ഐറ്റംസ് സെൽ ചെയ്തിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ വരുമാനത്തിൽ നിന്നും ഒരു 40% വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇർഫാൻ അലാം പറയുന്നത്. അപ്പോൾ അതാണ് ഈ സമ്മാൻ ഫൗണ്ടേഷൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സമ്മാൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്ന വേറെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ഈ ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്ന ഈ റിക്ഷ പുള്ളേഴ്സ് അവരുടെ ഫാമിലിക്കും ഒരുപാട് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ആ ഈവനിങ് ക്ലാസ്സസിൻ്റെ പേരാണ് സമ്മാൻ ഗ്യാൻ. അതുപോലെ ഇവർക്ക് എന്താ പറയുക, ഹാസ് ബ്രോഡ് ഡിഗ്നിറ്റി. അതാണ് അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ടു ദോസ് ഹു വർ പ്രീവിയസ്ലി കൺസിഡേർഡ് മീനിയൽ ലേബേഴ്സ്. പണ്ട് അത്ര സമൂഹം വില കൊടുക്കാത്ത ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ലേബറേഴ്സ് ആയിരുന്നു അവർ. എങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ അവർക്ക് സ്വയം എംപവേർഡായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ അവർ ഫിനാൻഷ്യലി സെക്യൂർഡ് ആവാനായിട്ട് തുടങ്ങി. കാരണം സ്വന്തമായിട്ടുള്ള സൈക്കിൾ റിക്ഷയാണ് അവിടെ ഓടിക്കുന്നത്. അതിൽ നിന്നും അവർക്ക് ആവശ്യത്തിന് വരുമാനവും ലഭിക്കുന്നുണ്ട്. വീട്ടുകാർക്കും അത്യാവശ്യത്തിനുള്ള ഒരു നോളേജ് പ്രൊവൈഡിങ് ഫെസിലിറ്റീസും ക്ലാസ്സസൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഇർഫാൻ അലാമിനും സമ്മാൻ ഫൗണ്ടേഷനും സാധിച്ചു. അത് വലിയൊരു വിജയമായിട്ട് അദ്ദേഹം പറയാണ്. അങ്ങനെ അവർ ഒരുപാട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും ഉണ്ടായതായിട്ട് അവർ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൈ ഡസ് ഇർഫാൻ തിങ്ക് ദാറ്റ് ദി റിക്ഷ ഈസ് നോട്ട് എ ഡൈയിങ് ബ്രീഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? റിക്ഷാസ് ഡൈയിങ് ബ്രീഡാണോ, അതായത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. നമുക്കറിയാം സൈക്കിൾ റിക്ഷാസ് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ സൈക്കിൾ റിക്ഷാസ് ഇല്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട്, നമ്മുടെ അവിടെ അല്ല, അവിടെ ഒരുപാട് ആൾക്കാർ സൈക്കിൾ റിക്ഷാസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പോപ്പുലറായിട്ടുള്ളൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഇന്ത്യയുടെ പല ഭാഗത്തും. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ അധികം ഉപയോഗിക്കുന്നില്ലെങ്കിലും പല ഭാഗങ്ങളിലും ഇന്ത്യയിലെ സൈക്കിൾ റിക്ഷാസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻഫാക്റ്റ് ന്യൂഡൽഹിയിൽ റിക്ഷാസിൻ്റെ നമ്പർ വരെ ഒത്തിരി കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2010 ഇൻ്റർവ്യൂ ആണ് നമ്മൾ പ്രത്യേകം മനസ്സിൽ വെക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ ദ റീസൺ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതങ്ങനെ വരാൻ സാധ്യത? മെട്രോ സ്റ്റേഷനിൽ നിന്നും യാത്ര ഇത് വളരെ സുഗമമാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
പിന്നെ നമ്മളിപ്പോൾ പല കാര്യങ്ങളും ഈക്കോ ഫ്രണ്ട്ലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലാസ്റ്റിക് ഒരുപാട് ഉപയോഗിച്ചിരുന്നത് മാറ്റി നിർത്തി നമ്മൾ പഴയ ഒരു മോഡലിലേക്ക് മാറുന്നു. അങ്ങനെ പല അതേപോലെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ അതെല്ലാം കുറയ്ക്കാനായിട്ട് നമ്മൾ പഴയ രീതികളിലേക്ക് തന്നെ തിരിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. ഈ ഒരു ഈക്കോ ഫ്രണ്ട്ലി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലേക്ക് നമ്മുടെ നാടും പതുക്കെ മാറുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ R&D വിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് സമ്മാൻ്റെ അവരിങ്ങനെ ഒരു ഫൈബർ ഗ്ലാസ് സോളാർ പവേർഡ്, അതായത് സൂര്യപ്രകാശത്തിൽ അതിൽ നിന്നും ഒരു എനർജി കിട്ടുന്ന രീതിയിൽ സോളാർ പവേർഡ് ആയിട്ടുള്ള ഒരു സൈക്കിൾ റിക്ഷ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അവരുടെ റിസർച്ച് നടക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സൈക്കിൾ റിക്ഷ എന്ന് പറയുന്നത് ഒരു ഡൈയിങ് ബ്രീഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആകുന്നില്ല എന്ന് ഇർഫാനെല്ലാം പറയുന്നു. കാരണം ഒത്തിരി അതിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അതൊരു ഫ്യൂച്ചറിലേക്ക് വളരെ നല്ല ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനായിട്ട് സൈക്കിൾ റിക്ഷയെ മാറ്റാൻ സാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സോളാർ പവേർഡ് റിക്ഷാസ്? സോളാർ പവേർഡ് റിക്ഷാസ് എന്ന് പറഞ്ഞാലോ ഇത് സൈക്കിൾ റിക്ഷാസ് എന്ന് പറയുന്നത് ഇവർ സൈക്കിളും അറ്റാച്ച് ചെയ്ത പോലെയുള്ളൊരു സീറ്റ് പോലെയാണ്. അപ്പോൾ അവർക്ക് നല്ല ഫിസിക്കൽ എനർജി ആവശ്യമുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി സോളാർ പവേർഡ് ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഈസിലി അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സോളാർ പവേർഡ് അതിൻ്റെ സൈക്കിൾ റിക്ഷ എന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് ഇർഫാൻ സജഷൻ ടു ടാക്കിൾ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ അവർ കൺട്രി? അൺഎംപ്ലോയ്മെൻറ്റിനെ ടാക്കിൾ ചെയ്യാൻ, അൺഎംപ്ലോയ്മെൻറ്റിനെ പരിഹരിക്കാൻ എന്താണ് മാർഗം എന്നാണ് ഇർഫാൻ അലാമിൻ്റെ സജഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ വരുന്നതാണ്, an entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. People generally discourage youth from treading this path. But it is time to start thinking about entrepreneurship as a career, as it can be an important tool to tackle unemployment in the കൺട്രി. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓൺട്രപ്രനർഷിപ്പ് എന്നുള്ളതാണ് അൺഎംപ്ലോയ്മെൻറ്റിന് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ടൂൾ. അതായത് പുതിയ സംരംഭങ്ങൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു യുവജനത, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയയിൽ അൺഎംപ്ലോയ്മെൻറ്റിനെ പരിഹരിക്കാനുള്ള ഒരു മാർഗം. ഓൺട്രപ്രനർ എന്ന് പറയുമ്പോൾ എത്തരത്തിലുള്ളൊരു വ്യക്തി ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹു ഐഡൻറ്റിഫൈസ് എൻ ഓപ്പർച്യൂണിറ്റി, ഒരവസരത്തിനെ കണ്ടെത്താനായിട്ട് ഒരു ഓൺട്രപ്രനർക്ക് കഴിയണം. അപ്പോൾ നമ്മൾ ഇർഫാൻ അലാമിൻ്റെ കാര്യം തന്നെ കണ്ടു. അദ്ദേഹം അവസരം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം സൈക്കിൾ റിക്ഷയിൽ കയറി. അദ്ദേഹത്തിന് തേഴ്സ്റ്റിയായി, അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ പക്ഷേ ലഭിച്ചില്ല. അപ്പോൾ എങ്ങനെ അത് ലഭ്യമാക്കും, അതിലൂടെ ആർക്കൊക്കെ പ്രോഫിറ്റ് നേടാൻ സാധിക്കും, ആ ഐഡിയ എങ്ങനെ പ്രാക്ടിക്കലാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. അവിടെയാണ് ഒരു ഓൺട്രപ്രനർഷിപ്പിൻ്റെ കഴിവിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്, ഹി ഐഡൻറ്റിഫൈഡ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. അവിടെ ഒരു അവസരം അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇർഫാൻ അലാമിന് സാധിച്ചു. പിന്നെ എന്ത് ചെയ്യണം, പുട്ട്സ് ഇൻ കോൺഷ്യസ് എഫേർട്സ് ടു മേക്ക് ഇറ്റ് ആൻ എൻ്റർപ്രൈസ്. അതൊരു സംരംഭമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു വഴിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് ഒരു ഓൺട്രപ്രനറിന് സാധിക്കുകയാണെങ്കിൽ, ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കി അത് ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്ന ആളെയാണ്, അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ ശരിയായ ദിശയിൽ ഒരുപാട് വ്യക്തികൾക്ക്, ഒരുപാട് ഇൻഡിവിജ്വൽസിന് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ തിരിച്ചുവിടാൻ സാധിക്കുകയാണെങ്കിൽ അയാളെ നമ്മൾ നല്ല ഓൺട്രപ്രനർ എന്ന് പറയാം. People generally discourage youth from treading this path, but it is time to start thinking about entrepreneurship as a career, as it can be an important tool to tackle unemployment in the country. അപ്പോൾ യൂഷ്വലി നമ്മുടെ നാട്ടിലാണെങ്കിലും പുതിയ ഒരു ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പറയുന്നത് പലപ്പോഴും വളരെ റിസ്ക്കിയാണ്. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ലാഭമുണ്ടാക്കാം, ഒരു പക്ഷേ പലപ്പോഴും നഷ്ടമായിരിക്കാം സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി പണം ആവശ്യമുണ്ട്. പണം ഒരുപാട് അതിന് ബലി കഴിക്കപ്പെടേണ്ടി വരാം, അത് റിസ്ക്കിയാണ്.
ചിലപ്പോൾ ഒരുപാടധികം നഷ്ടപ്പെടാം. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടുകാർ, ഫാമിലീസ് പൊതുവേ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി പൊതുവേ യുവജനതയെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇർഫാനെല്ലാം പറയുന്നത് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഓൺട്രപ്രണർഷിപ്പും ഒരു കരിയറായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഒന്നുമില്ലാതെ ആകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല നമ്മളതിനെ കണക്കാക്കേണ്ടത്. അതും ഒരു കരിയറാണ്. നമുക്ക് ഓരോരുത്തർക്കും അതായത് കഴിവുള്ള ഓരോരുത്തർക്കും, സാധ്യതകൾ കണ്ടെത്താൻ സാധിക്കുന്ന ഓരോരുത്തർക്കും അതിലേക്ക് ഇറങ്ങാൻ പറ്റും. അത് യുവാക്കൾക്ക് അൺഎംപ്ലോയ്മെൻ്റ് ഇല്ലാണ്ടാക്കാൻ ഒരു മുഖ്യമായിട്ടുള്ള ഒരു ടൂളാണ് എന്നെല്ലാം അദ്ദേഹം പറയണം. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ്, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ഇർഫാനെല്ലാം പറയാണ്. സോ അതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 82 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേജ് നമ്പർ 82 വാട്ട് ക്വാളിറ്റീസ് ഡു യു തിങ്ക് ഷുഡ് ആൻ ഓൺട്രപ്രനർ പൊസസ്? അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഓൺട്രപ്രനറിന് എന്തൊക്കെ വേണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതന്നെ ഇവിടെ ആൻസർ ചെയ്താൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൽ നിന്നും വരുന്ന ഒരു കാര്യമാണ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച്. അത് വാക്ക് അർത്ഥം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പുതിയ സംരംഭങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിരുന്നു, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് വൈ ഡു പീപ്പിൾ ഡിസ്കറേജ് യൂത്ത് ഫ്രം ചൂസിങ് ദ പാത്ത് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്? എന്തുകൊണ്ടാണ് ഡിസ്കറേജ് ചെയ്യുന്നത് ആൾക്കാർ? ഇന്ന് നമ്മൾ കണ്ടു അത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്, അല്ല റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. പണം നഷ്ടപ്പെടാം, തിരിച്ച് വരാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് വർഷങ്ങളെടുത്തേക്കാം. ഒരുപാട് ടെൻഷൻ ഇൻവോൾവ് ആണ്. നമ്മുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും അതുപോലെ എല്ലാ രീതിയിലുള്ള നമ്മുടെ റിസോഴ്സസും ഉപയോഗിക്കേണ്ടി വരും. സ്ഥിര വരുമാനമുള്ള ഒരുപാട് ജോലികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള, അതായത് നോർമലായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. പക്ഷേ 24 hours കമ്മിറ്റ്മെൻറ്റ് അതിനാവശ്യമായി വരാം. അങ്ങനെ ഒരു വ്യക്തിയുടെ എല്ലാ രീതിയിലുള്ള പരിമിതികളെയും പലപ്പോഴും അതിജീവിച്ചു കൊണ്ട് വേണം ഇത്തരത്തിലുള്ളൊരു ഓൺട്രപ്രണർഷിപ്പിനേക്ക് ആയിട്ട്, അതല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടുന്ന രീതിയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ട് വരാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമൂഹം പലപ്പോഴും യുവജനതകളെ അതിനെ ഡിസ്കറേജ് ചെയ്യാണ് ചെയ്യാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇർഫാനെല്ലാം സേസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീംസ്. കമൻറ്റ് ഓൺ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇർഫാനെല്ലാം അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. അൺഎംപ്ലോയ്മെൻറ്റ് ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളായിട്ട് ഓൺട്രപ്രണർഷിപ്പിനെ കാണണം. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ അതിന് വേണ്ടിയിട്ട് എടുക്കണം. ഡ്രീം ചെയ്യാമല്ല. അപ്പോൾ ഇർഫാനെല്ലാമിനുള്ള പോലെ എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണാം. പക്ഷേ ആ സ്വപ്നങ്ങൾ പ്രാക്ടിക്കലാക്കാൻ, സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോലെ റിസ്ക് എടുക്കാനായിട്ടും തയ്യാറാണ്. റിസ്ക് എടുക്കാതെ പുതിയ സംരംഭങ്ങളോ പുതിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഇർഫാനെല്ലാം പറയണം. അദ്ദേഹം ഒരു റിസ്ക്കാണ് എടുത്തത്. ഒരു പുതിയതായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ സൈക്കിൾ റിക്ഷ സെക്ടേഴ്സിന്, ഒരു സൈക്കിൾ റിക്ഷ പുള്ളേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരണം, അതിന് ഓർഗനൈസ് ആയിട്ടുള്ള ഒരു സെക്ടറാക്കി മാറ്റണം, അതിൽ നിന്നും വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ട് അദ്ദേഹം ചെയ്തത് വലിയ ഒരു റിസ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പുതുമയുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണെങ്കിൽ അത് പ്രാക്ടിക്കലാക്കാൻ ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആയിരിക്കും എന്ന് ഇർഫാനെല്ലാം സമ്മതിക്കുകയാണ്. അതിന് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ എടുക്കണം. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ എന്ന് പറയുമ്പോൾ ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ ഇതിൽ വിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഒരു ലിമിറ്റിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഡ്രീം ചെയ്യാനായിട്ട് സാധിക്കണം. എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ, റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എങ്ങനെ അത് റിസീവ് ചെയ്യാം, അതിൻ്റെ ബെനഫിറ്റ്സ് എന്നങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള റിസ്ക്കുകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. റിസ്ക്കുകൾ എടുക്കാം, പക്ഷെ അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റഡ് ആയിരിക്കണം. ഏതൊക്കെ രീതിയിലുള്ള റിസ്ക് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു റെഡ് ഓർ ഹേർഡ് ഓഫ് അതർ യങ് ആൻഡ് സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സ് ഷെയർ ദെയർ സ്റ്റോറീസ് ഇൻ യുവർ ക്ലാസ്? വേറെ ഇതേപോലെ യങ് ഓൺട്രപ്രണേഴ്സ് ആണെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്.
അപ്പോൾ അതങ്ങനെ ക്വസ്റ്റ്യനായിട്ട് വരാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ ഒരിക്കലും മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. എന്താണ് ഓൺട്രപ്രനർഷിപ്പ്, എന്താണ് സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ ഏതൊക്കെ. നമുക്ക് പേപ്പറിലൊക്കെ നിത്യവും നമുക്ക് സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പൊതുവായിട്ടുള്ള അറിവും കൂടെ ഇത്തരത്തിലുള്ള എസ്സേസ് വരുമ്പോൾ എഴുതാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഓൺട്രപ്രനർഷിപ്പ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. An entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ആക്ടിവിറ്റി 1 ഒരു ഇമെയിലാണ്. ഇമെയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇമാജിൻ ദാറ്റ് യു റൈറ്റ് എൻ ഇമെയിൽ ടു ഇർഫാൻ അലാം ഗിവിംഗ് യുവർ സജഷൻസ്. വാട്ട് വുഡ് യു റൈറ്റ്? And question, the R&D wing of Sammaan is planning to redesign rickshaws with necessary improvements. Think about some useful modifications that you would like to suggest to Irfan Alam. Negotiate your ideas with your partner and make a final list of modifications. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഈ സമ്മാൻ ഫൗണ്ടേഷൻ ഒരു R&D വിങ് ഉണ്ട്. അവർ ഫൈബർ ഗ്ലാസ് അതേപോലെ സോളാർ പവർഡ് റിക്ഷാസിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഇർഫാൻ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഈ R&D വിങ്ങിന് ഒരു ഇമെയിൽ അയക്കാനാണ് ക്വസ്റ്റ്യൻ. ഇമെയിലിൽ എന്താണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്? എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, ആവശ്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇനിയും സൈക്കിൾ റിക്ഷാസിൽ വരുത്താം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സൂചിപ്പിക്കാം? നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ സൂചിപ്പിക്കാൻ വേണമെങ്കിൽ കുറച്ചും കൂടെ സ്പേസ് അവൈലബിൾ ആക്കാമെന്നോ, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ സീറ്റിംഗ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാമെന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് സജഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ സജഷൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റിലൊക്കെ ഭംഗിയായിട്ട് ഇമെയിലിൻ്റെ ഫോർമാറ്റിൽ എഴുതുക. പിന്നെ R&D വിങ്ങിനാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ, ഞാൻ താഴെ പറയുന്ന സജഷൻസ് സൂചിപ്പിക്കുന്നോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് 1 2 3 ഇട്ടിട്ട് സജഷൻസ് എഴുതുക. പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക. റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതുക. പിന്നെ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന ആളാണ്, എനിക്ക് നിങ്ങളുടെ സമ്മാൻ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ ഒത്തിരി താല്പര്യം തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്ഷ പുള്ളിങ് അല്ല റിക്ഷ പുള്ളേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ റിക്ഷാസൊക്കെ ഞാൻ മോഡിഫൈ ചെയ്തിട്ടുള്ള സൈക്കിൾ റിക്ഷാസ്, റീഡിസൈൻ ചെയ്തിട്ടുള്ള സൈക്കിൾ റിക്ഷാസ് ഞാൻ കാണാനിടയായിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്താലോ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ ആം ഗിവിങ് 1 or 2 സജഷൻസ് ഫോർ ദ സെയിം എന്ന് പറഞ്ഞിട്ട് താഴെ 1 2 3 ഇട്ടിട്ട് നമുക്ക് നിങ്ങളുടെ സജഷൻസ് സൂചിപ്പിക്കാം. അങ്ങനെ ഈ ഇമെയിൽ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് എഴുതേണ്ടത് ഈ ആക്ടിവിറ്റി 1 ആണ്. ഇമെയിൽ നിങ്ങളുടെ നോട്ടിൽ എല്ലാവരുടെ കുട്ടികളുടെ നോട്ടിലും ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആക്ടിവിറ്റി 2. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഒരു a variety of career options has been listed in the first column. What kind of responsibilities do these careers demand? What skills does a person require to do these jobs? പേജ് നമ്പർ 83 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കരിയർ, റെസ്പോൺസിബിലിറ്റീസ്, സ്കിൽസ് റിക്വയർഡ്. നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റംസ് അനലിസ്റ്റിനാണെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് മോണിറ്റർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് വരിക. അതിനെന്തൊക്കെ സ്കിൽസ് വേണം? ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, ട്രബിൾ ഷൂട്ടിങ് വേണം, അങ്ങനെയൊക്കെ വേണം. ഒരു ഫിനാൻസ് അഡ്വൈസർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫിനാൻസസ് ഒക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഹി ഷുഡ് ബി ഏബിൾ ടു മാനേജ് ദ ഫിനാൻസസ്. ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ത് വരും? ഹി ഹാസ് ടു ട്രെയിൻ പീപ്പിൾ ടു ബി ഫിറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കിൽസ് എന്തൊക്കെ വേണം? അദ്ദേഹത്തിന് പല ഫുഡ് ഐറ്റംസിനെ കുറിച്ച് അല്ലെങ്കിൽ പല വ്യക്തികളെക്കുറിച്ചുള്ള എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാം, ഹെൽത്തിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം, ഫുഡിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്കിൽസാണ്. പിന്നെ എങ്ങനെ അതേപോലെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ മസിൽ അതിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ജിമ്മിലുമൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, ഓരോ ഇതുകളും ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെയുള്ള സ്കില്ല്. അതേപോലെ ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സ്കിൽസ് എന്തൊക്കെ വേണ്ടി വരും? ലാംഗ്വേജിൽ നല്ല അഭിരുചി ഉണ്ടായിരിക്കണം, ഈസിലി ഒന്നിലധികം ലാംഗ്വേജസ് കൈകാര്യം ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കണം. അതൊക്കെയാണ് ട്രാൻസ്ലേറ്റർ. അങ്ങനെ ഓരോരോ കരിയറിനും ഓരോ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസും സ്കിൽസും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ബോക്സിൽ ഫില്ല് ചെയ്യാനായിട്ട് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് അങ്ങനെ വരാറില്ല. ജസ്റ്റ് നിങ്ങളത് വായിച്ച് നോക്കുക ആക്ടിവിറ്റി 2 കേട്ടോ. പിന്നെ ആക്ടിവിറ്റി 3 നോട്ട് മേക്കിങ്ങിനെ കുറിച്ചാണ്. അത് അങ്ങനെയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അത് ആക്ടിവിറ്റി 3 വായിച്ച് നോക്കുക, മനസ്സിലാക്കി ഇരിക്കുക. ആക്ടിവിറ്റി 2 ആൻഡ് ആക്ടിവിറ്റി 3. സോ ഇവിടെ വെച്ച് നമുക്ക് ഈ ലെസൻ്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഗ്രാമറാണ്, അത് നെക്സ്റ്റ് വീഡിയോയിലിടാം.
ഓക്കെ, താങ്ക് യു. ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് നോക്കുക. ഇർഫാൻ അലാമിൻ്റെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചുള്ള ഐഡിയാസാണ്. അതേപോലെ ഇമെയിൽ എഴുതുന്നതും ശ്രദ്ധിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമാൻ ഫൗണ്ടേഷനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് സമാൻ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നത്, സമാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചും ഇർഫാൻ അലാമിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി വയ്ക്കാം. ഓക്കെ, താങ്ക് യു. പാഠം വായിക്കാം കേട്ടോ.